വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പം എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. ഇന്നിപ്പോൾ ചെയ്യുന്നത് ഓണം ഹെയർ ബോസ്, ഓണത്തിന് വേണ്ടിയിട്ടുള്ള ഓണം ഔട്ട്ഫിറ്റിന് വേണ്ടിയിട്ടുള്ള ഹെയർ ബോസ് ആണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പം നമ്മുടെ കുട്ടികൾക്ക് പല രീതിയിൽ അങ്ങനെ 3 ഓണത്തിനും അവരുടെ ഔട്ട്ഫിറ്റിന് ചേരുന്ന അനുസരിച്ച് ചെയ്ത് കൊടുക്കാം, പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ഹെയർ ബോസ്. ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഒരെണ്ണേ കാണിക്കുന്നുള്ളൂ, എല്ലാം ചെയ്യുമ്പോഴത്തേക്കും കുറേ ലെങ്ത്ത് വരും. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോയിൽ ഒരു ഹെയർ ബോ മേക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ജാസ്മിൻ ബഡ്സ് വെച്ചാണ് ചെയ്യുന്നത്. ഓണത്തിന് മെയിൻ ഐറ്റം ആണല്ലോ ജാസ്മിൻ, അപ്പോൾ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ജാസ്മിൻ്റെ ഒക്കെ ഒന്ന് അതിൻ്റെ നീളം ഒന്ന് കുറച്ച് കൊടുക്കണം, കുറച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് റൗണ്ട് ക്യാൻവാസ് ഷീറ്റ് എടുത്തു, അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്നിട്ട് അത് റൗണ്ടിൽ നമ്മുടെ ആ ജാസ്മിൻ ബഡ്സ് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. നല്ലപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ ചുറ്റും റൗണ്ടായിട്ട് തന്നെ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ജാസ്മിൻ ബഡ്സ് ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. റൗണ്ടിൽ തന്നെ എല്ലാം ഒട്ടിച്ചെടുത്തു. ഇനി അതിൻ്റെ ഒരു ലെയറും കൂടി നമുക്ക് ജാസ്മിൻ ബഡ്സ് ഒന്നും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. ജാസ്മിൻ ബഡ്സ് ഇപ്പോൾ 2 ലെയറായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു സെൻറ്റർ ക്ലിപ്പും കൂടി വെക്കുന്നുണ്ട്. 3 സ്റ്റോൺ വന്നിട്ടുള്ള ഒരു സെൻറ്റർ ക്ലിപ്പ്, അതും കൂടി അതിൻ്റെ മുകളിലായിട്ട് വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ സൈഡിലൊക്കെ ഒരു ഗ്യാപ്പ് കാണുന്നിടത്ത് പോളൻ്റെ ഓരോ അല്ലിയായിട്ട് ഓരോ എണ്ണമായിട്ടിട്ട് വെച്ച് കൊടുത്താൽ മതി. ഒന്ന് കട്ട് ചെയ്ത് ചുമ്മാ ഒന്ന് കുത്തി വെച്ച് കൊടുത്താൽ മതി, ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗിയായിട്ട് കിട്ടും, ആ ഗ്യാപ്പ് കാണാതെയും കൂടി ഇരിക്കും. അപ്പോൾ അങ്ങനെയും കൂടി ഒന്ന് നമുക്ക് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ വരുന്ന ഗ്യാപ്പിലൊക്കെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് പോളൻ്റെ ഓരോ അല്ലിയായിട്ടുള്ളത് എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പും കാണില്ല, കുറച്ചും കൂടെ ഭംഗിയുമായിരിക്കും അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പം. അപ്പം പോളൻ വെച്ച ഒരു ഫീലും കിട്ടും. പോളൻ വെച്ചില്ല എന്നൊരു ഇതുണ്ടെങ്കിൽ ആ പോളൻ വെച്ചൊരു ഫീലും കിട്ടും. അപ്പോൾ അങ്ങനെയും കൂടെ ഗ്യാപ്പ് വരുന്നിടത്തൊക്കെ ഓരോ പീസ് വെച്ച് കൊടുത്താൽ മതി. മെറ്റൽ ബോയിൽ നമുക്ക് സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുക്കാം. സ്റ്റോൺ ചെയിൻ എൻ്റെ ഒരു സൈഡ് വിട്ടിട്ട് വേണമെങ്കിൽ എൻഡിൽ നമുക്ക് എൻഡ് ടേപ്പ് ഒട്ടിച്ചു വെക്കാം. ഇങ്ങനെ ചെവിയിലൊക്കെ കൊള്ളില്ലേ, അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. അതല്ലാതെ വേണമെങ്കിൽ പ്ലെയിനായിട്ട് ഇത് ഒന്ന് ഒട്ടിക്കാതെ എൻഡ് ടേപ്പ് ഒട്ടിക്കാതെയും ചെയ്യാം. അപ്പോൾ ഈ ഒരു സൈഡിലായിട്ടാണ് ഞാൻ ഈ ഒരു ഇത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി 2 സൈഡിലും ഈ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുത്താണ് ചെയ്യുന്നത്. പിന്നെ ഇതുപോലെ നൈലോൺ ബാൻഡിലും ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ 2 രീതിയിൽ ഇതിപ്പം ഈ ഒരു ഡിസൈൻ തന്നെ 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന് ഹെയർ ബോയിലും ചെയ്യാം, ഒന്ന് ഹെഡ് ബാൻഡിലും ചെയ്യാം. അങ്ങനെ 2 ഡിസൈൻ ഒറ്റ ഇതുകൊണ്ട് നടക്കും കേട്ടോ. ഇനി മെറ്റൽ ബോയിൽ ഈ ക്യാൻവാസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. എവിടെയാണോ നമ്മൾ ജാസ്മിൻ വെക്കുന്നത് അതിൻ്റെ അടിവശത്തായിട്ട്, ആ ബോയുടെ അടിവശത്തായിട്ടാണ് നമ്മൾ ഈ ക്യാൻവാസ് ഒട്ടിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് ആ ജാസ്മിൻ വെക്കുന്നത്. അപ്പോൾ 2 കൂടി ഒട്ടിയിരുന്നോളും, പെട്ടെന്ന് പറഞ്ഞു പോരത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒട്ടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വിട്ടു പോകത്തില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പിള്ളേരല്ലേ, പെട്ടെന്ന് അത് കളയും. അപ്പോൾ ഇങ്ങനെ ഒട്ടിക്കുവാണെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു പോരത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്ലൈ ചെയ്തിട്ട് 2 ലെയറായിട്ട് സ്റ്റോൺ ചെയിൻ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതൊന്ന് 2 സൈഡിലും ഒരേപോലെ, ഇപ്പം ഒരു സൈഡിൽ നമ്മൾ ഒരു സൈഡിലോട്ടായിട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് ഈ ഒരു സൈഡിൽ ലെങ്ത്ത് കൂടുതലും ആ സൈഡിൽ ലെങ്ത്ത് കുറവുമായിരിക്കും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒരുപാട് നീളത്തിലെടുത്ത് പിന്നെ ബാക്കി വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒരു ലെയർ ആദ്യം ഒട്ടിച്ചു കൊടുക്കുക, ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒരു ലെയർ ആദ്യം ഒട്ടിച്ചു കൊടുക്കുക, അത് കഴിഞ്ഞ് രണ്ടാമത്തെ ലെയറും കൂടി ഒട്ടിച്ചു കൊടുക്കുക.
വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ. താങ്ക്